ചേച്ചി ഞാൻ അരിഞ്ഞു തരാം. വേണ്ട മോളെ, ഇനി മുതൽ നീ പുറത്തെ ജോലി നോക്കിയാ മതി. ഇങ്ങതാ കേക്ക് ചേച്ചി. വേണ്ട ചേച്ചി, ഞാൻ അറിയാന്ന് പറഞ്ഞില്ലേ. അവിടെ വെക്ക്. ഇങ്ങതാ. ആ ഇനി പൊക്കോ. അല്ല, നീയും നിന്റെ ചേട്ടനും കൃഷ്ണമൂർത്തിയും ചേർന്ന് അമ്മാവൻ അമ്മായി മുത്തശ്ശി എല്ലാരെയും മയക്കിയെടുത്ത് കല്യാണത്തിന് സമ്മതിപ്പിച്ചല്ലോ. എന്താ നീ ചന്ദ്രനെ കല്യാണം കഴിക്കുന്നത് അവർക്ക് തീരെ ഇഷ്ടല്ലേ? എങ്ങനെ ഇഷ്ടപ്പെടും? അവര് പെട്ടിവെച്ചിരിക്കുന്നില്ല ഒരു തടിയനെ. അവനെ എന്റെ തലയിൽ കെട്ടിവെക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. ആര്? ഗൗതമിനെ കൊണ്ടോ? അതെ, ആ തടിയൻ തന്നെ. എപ്പം നോക്കിയാലും എന്റെ പുറകെ വാലാട്ടി നടക്കാ പതിവ്. അവനൊരു വൃത്തികെട്ടവനാ. അവനെ കല്യാണം കഴിക്കുന്നതിലും നല്ലത് ഞാൻ തന്നെ മണ്ണിനൊഴിച്ച് കത്തിച്ച് ചാവുന്നതാ നല്ലത്. ലക്ഷ്മി, സ്റ്റോർ റൂമിൽ പോയി സാമ്പാർ പൊടി എടുത്തോണ്ട് വാ. നീ നിന്റെ ജോലി നോക്കിയോ, ഞാൻ എടുത്തോണ്ട് വരാം. പോ. എന്നെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത് മണ്ണെണ്ണ ഒഴിച്ച് ചാകുന്നതാ നല്ലതല്ലേ? കരയാതെ മോളെ, കരയാതെ. ഈശ്വര അനുഗ്രഹത്താൽ നിനക്കൊന്നും സംഭവിച്ചില്ല മോളെ. എങ്ങനെയാ മോളെ നിന്റെ സാരി തീ പിടിച്ച്? എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അമ്മാവ. എന്താ അമ്മായി നോക്കിയിരിക്കുന്നേ? അമ്മുതെ കൂട്ടിക്കൊണ്ടുപോവാ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. വാ വാ നിക്ക്. അമ്മുതെ, പാചകം ചെയ്തോണ്ടിരുന്നപ്പോ ഈ ജനലിന്റെ പുറയിൽ ആരാ വന്നേ? ആരാ വന്നേന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ആരാ വന്നത്? പറ. ഞങ്ങൾ അടുക്കളയിലില്ലായിരുന്നു, പുറത്തായിരുന്നു. ഈ വിവരമില്ലാത്തോളുമാരെ അടുക്കളയിൽ നിന്ന് ജോലി നോക്കാതെ പുറത്ത് എന്ത് ചെയ്യുമായിരുന്നു? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പത്മിനി മോളെ പറഞ്ഞേ പുറത്തുള്ള ജോലിയൊക്കെ നിങ്ങൾ രണ്ടുപേരും കൂടെ നോക്കിയാ മതിയെന്ന്. അതെ അമ്മേ, അടുക്കളയിൽ അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ സ്റ്റോർ റൂമിലേക്ക് സാമ്പാറിന്റെ പൊടി എടുക്കാൻ പോയപ്പോ അമുത ബഹളം വെക്കുന്നത് കേട്ടു. ഞാൻ ഓടി വന്ന് നോക്കിയപ്പോ മതി, ആരും ഒന്നും കണ്ടതുമില്ല, ആർക്കും ഒന്നും അറിയുകയില്ല. നിങ്ങൾ എല്ലാവരോടും ഒരു കാര്യം പറയാം. ഇതാരാണെങ്കിലും ശരി, ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാവാൻ പാടില്ല. എന്താടാ ഇത്? ആരോ മനഃപൂർവ്വം ചെയ്ത പോലെ സംസാരിക്കുന്നേ? അതെ, മനഃപൂർവ്വം ചെയ്തതാ. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് നിന്ന് നോക്ക്. അടുപ്പ് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുമ്പോ എങ്ങനെയാണ് സാരയുടെ പുറകെ തീ പിടിക്കുന്നത്? എടാ, അടുക്കളയിൽ നിന്ന് അടുപ്പിന്നല്ലാതെ വേറെ എവിടുന്ന് തീ പിടിക്കാനാ? വേണ്ടാത്ത ഓരോന്നും പറഞ്ഞു. അല്ലമ്മേ, വേണ്ടാത്തൊന്നുമല്ല. ഇത് നോക്ക്, ഇതെങ്ങനെയാണ് ഇവിടെ വന്നത്? ജനലിൽ കൂടെ ആരോ തീ വെച്ചിരിക്കുകയാണ്. അവൾക്ക് വേണ്ടിയല്ല, എന്നോട് പകരം വീട്ടാൻ വേണ്ടി ഇവിടെയുള്ള ആരോ ചെയ്താണിത്. എടാ, ഈ വീട്ടിലുള്ള ഞങ്ങളെയാണോ നീ സംശയിക്കുന്നേ? ഈ വീട്ടിലുള്ളവരെ മാത്രമല്ല, പുതിയതായിട്ട് വന്നവരെയും കൂടിയാണ് പറയുന്നത്. എന്തിനാ ചുറ്റി വളച്ചു പറയുന്നത്? എന്തുണ്ടെങ്കിലും നേരെ നിന്ന് പറ. ഈ വീട്ടിലേക്ക് വന്ന് കയറിയുള്ള ഞാനാണ്. നിങ്ങൾ പറയുന്നതും കുത്തി കാണിക്കുന്നതും വേറെ ആരുമല്ല, എന്നെയാണ്. ഞാൻ ആരെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അല്ല, എന്നെ തന്നെ പറഞ്ഞത്. മനസ്സിൽ എന്ത് വെച്ചോണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. എന്റെ മനസ്സിൽ വേറൊന്നുമില്ല. ആരാണോ ചെയ്തത് അവരെ കുറിച്ചാ പറഞ്ഞത്. എന്നോട് ആർക്കെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. അതല്ലാതെ ഈ കുടുംബത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ അവരെ ഞാൻ വെറുതെ വിടില്ല. എടാ, എന്താടാ ഇതൊക്കെ? എന്തു പറ്റി അമ്മാവാ? എന്താ സംഭവിച്ചേ? എന്താ ആരും ഒന്നും മിണ്ടാ നിക്കുന്നേ? നിനക്ക് എന്തു പറ്റി അമുദേ? വേറൊന്നുമല്ല, അമുദ പാചകം ചെയ്തോണ്ടിരുന്നപ്പം അവിടെ ഹാഫ് സാരിൽ തീ പിടിച്ചു. അതിന് നിന്റെ ഭാര്യയാണ് കാരണമെന്ന് ദേ നിന്റെ ഫ്രണ്ട് പറയുകയും ചെയ്യുന്നു. പത്മിനി, എന്തിനാടാ ഇതൊക്കെ?
എന്താടാ ഇതൊക്കെ? എടാ, നിന്റെ ഭാര്യ അവൻ വഴക്ക് പറഞ്ഞെങ്കിൽ അവന് ഭാര്യയായിട്ട് വരേണ്ട പെണ്ണ് നിന്റെ വീട്ടിലല്ലേ ഉള്ളത്. അവളെ വഴക്ക് പറ നീ, അല്ലാതെ ചെറിയ കാര്യത്തിന് വഴക്കൊക്കെ ഇട്ട്. ഏതാടാ ചെറിയ കാര്യം? 1 മിനിറ്റ് താമസിച്ചിരുന്ന അവിടെ ജീവൻ പോനെ അറിയോ? അത് ചോദിച്ചാണോ തെറ്റ്? അവൻ ബഹളം വെച്ചതും ചോദിച്ചൊന്നും തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല. അതെന്റെ ഭാര്യ ചെയ്തെന്ന് പറഞ്ഞ. നിന്റെ ഭാര്യ ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല. ആരോ അത് മനഃപൂർവ്വം ചെയ്താണ്. അത് പറയുമ്പോൾ അവർക്ക് നിന്നെ ദേഷ്യം വരുന്നേ. തെറ്റ് ചെയ്തില്ലെങ്കിൽ നിന്നെ പേടിക്കുന്നേ. നോക്കടാ, ഇപ്പോഴും അവൻ പറയുന്നത് കേട്ടോ, ഇതെല്ലാം അവള് തന്നെയാ ചെയ്തെന്ന്. നിനക്കെന്നെ വട്ടാണോ? ലോകത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണ് ചെയ്യുവോ അത്? വേറൊരു പെണ്ണ് ചെയ്യത്തില്ല, അവളത് ചെയ്യും. അവളുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ട് പോലും അന്ന് രാത്രി തന്നെ ബെഡ്റൂമിലേക്ക് വരാൻ പറഞ്ഞവളല്ലേ. എടാ ചന്ദ്രു, ഇനി നീ എന്തിനാ അതൊക്കെ പറയുന്നേ? നടന്നതല്ല അഭിരാമി കാരണമാണെന്ന് അറിഞ്ഞതല്ലേ. അവള് പാവാ പത്മിനി. അത് നീ വിശ്വസിക്കേ, എനിക്ക് പറ്റില്ല. അവള് പറഞ്ഞ കാര്യം ഇന്നും എന്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. ഞാൻ എത്ര ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും അവൾ എന്നെ വെറുതെ വിടിൽ നിന്ന് പറഞ്ഞ കാര്യം. അതുകൊണ്ട് അവൾ എന്നോട് മാപ്പ് ചോദിക്കുന്ന പോലെ അഭിനയിച്ചിട്ട് ഇപ്പൊ എന്നോട് പകരം വീട്ടുന്ന. നിർത്തടാ, അവന് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ അവൻ മിണ്ടാതെ നിൽക്കുന്നത്. അതുകൊണ്ട് വായി വരുന്നല്ലേ അവളെ കുറിച്ച് പറയാമെന്നോ? നിനക്കെന്നാ തീരെ ബുദ്ധിയില്ലേ? എടാ, ബുദ്ധിയില്ലാത്ത എനിക്കല്ല, നിനക്കും അവനുവാ. എന്റെ പൊന്നു ചന്ദ്രു, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കി. ഞാൻ നിന്നെ മനസ്സിലാക്കി, നീ അവളെയാണ് മനസ്സിലാക്കേണ്ടത്. ചന്ദ്രു എടാ, ശരിക്കും കേട്ടോ, നിന്നോട് പകരം വീട്ടാൻ വേണ്ടി വേറൊരുത്തന്നെ അവിടെ ബെഡ്റൂമിലേക്ക് വരുത്താൻ അവള് മടി കാണിക്കില്ല. അരവിന്ദ വിടാ. എന്തിനാ അവിടെ മറിഞ്ഞു നിൽക്കുന്നത്? ഇവിടെ വന്ന് നേരെ നിൽക്ക്. ചേട്ടാ, നിന്നെ കാണാൻ വേണ്ടി ഒരാൾ വന്നിരിക്കുന്നു. അകത്ത് എന്തേ? ഇങ്ങോട്ട് വാ. ഇതെന്താടാ അവിടെ നിൽക്കുന്നേ? നിനക്ക് കയറി വന്നൂടെ? ചേട്ടാ ഒന്ന് നിൽക്കണം. എന്താ ആലോചിക്കുന്നേ? ഇങ്ങോട്ട് വന്ന് ചേട്ടനോട് ക്ഷമ ചോദിക്ക. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അവനോട് ഞാനല്ലേ ക്ഷമ ചോദിക്കേണ്ടത്? അല്ലടാ, തെറ്റ് ചെയ്ത് ഞാനാ. എന്തൊക്കെയായിരുന്നാലും ഞാൻ അങ്ങനെ സംസാരിക്കരുതായിരുന്നു. എന്നോട് ക്ഷമിക്കണം. നിന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് നീ എന്തൊക്കെയോ പറഞ്ഞു. ഞാനപ്പം നിന്റെ കുത്തിന് പിടിക്കാൻ പാടില്ലായിരുന്നു. എന്നോട് ക്ഷമിക്ക് ചന്ദ്രു. അമ്മേ, ഞാൻ വെച്ച കൊള്ളിയുണ്ടല്ലോ, എവിടൊക്കെ കയറി പടന്നു പിടിച്ചെന്ന് കണ്ടില്ലേ? എടാ മഹാഭാവി, നീ കാട്ടിക്കൂട്ടിയ പണിയാണിത്. എടാ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? 16 അടിയന്തരം, ആണ്ടിന് എന്ന് ബലി. എടാ, ചത്തുപോയില്ലല്ലോ, ജീവനോടെ ഉണ്ടല്ലോ. വെറുതെ കടന്ന് തിളക്കല്ലേ. പരനാരുടെ വർത്താനം കേട്ടില്ലേ? ഇനിയെങ്കിലും ഇത് ആവർത്തിച്ചുണ്ടല്ലോ, സ്വന്തം മോനാന്ന് പോലും കണക്കാക്കത്തില്ല. സൂക്ഷിച്ചോ. എടാ, ഇനി ചെയ്യണ്ട, അവളെ ഒന്നും ചെയ്യണ്ട. ആ ചന്ദ്രനെ നീ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഓടിച്ചാ മതി. അതിന് നീ എന്ത് വേണേലും ചെയ്തോ. വീട്ടിൽ നിന്ന് ഇറക്കുമല്ലമ്മേ, ഈ ലോകത്തിൽ നിന്ന് തന്നെ പറഞ്ഞയക്കാം. വരുന്ന ഉത്സവത്തിനന്ന് നടക്കാൻ പോകുന്ന കാളവണ്ടി മത്സരത്തിൽ അവന് ഞാൻ വെച്ചിട്ടുണ്ട്. സാറേ, എനിക്കാകെ പേടിയാവൂ സാറേ. അത്രയും വേഗത്തിൽ പോകുമ്പോ എന്തെങ്കിലും അപകടം സംഭവിച്ചാ അതിനകത്തുള്ളവന്റെ കഥ തീരില്ലേ? അതുകൊണ്ട് നിനക്കെന്താ? പറഞ്ഞ ജോലി മാന്യമായിട്ട് തീർത്തല്ലോ. എന്റെ പൊന്നു മോളുവാ. എന്താ മുത്തശ്ശി? വർഷം തോറും കൊല്ലപ്പണിക്കൊരു മാധവന് കൊടുക്കേണ്ട ഉപചാരം എല്ലാ വർഷവും മുത്തശ്ശിയുടെ കൈ കൊണ്ടാണ് കൊടുക്കുന്നത്. ഈ വർഷം നിങ്ങളുടെ കൈ കൊണ്ട് കൊടുക്കണമെന്ന് മുത്തശ്ശി ആഗ്രഹിക്കുകയാണ്. മോളെ, നിന്റെ കൈ വാ. വാ മോളെ. കുറച്ച് സമയത്തിനുള്ളിൽ വർഷാവർഷം നടക്കുന്ന പതിവിലും കൂടുതലായി പത്മിനി അവരുടെ കൈകൊണ്ട് തന്നെ ഇത്രയും പൈസ തന്നെ എന്തിനാണെന്നറിയാവോ? ഇതൊക്കെ പത്മിനിയുടെ ഏർപ്പാടാ. എന്നാൽ ഈ കാര്യം പത്മിനിക്കും നമുക്ക് രണ്ടുപേർക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ല. ഒരിക്കലും അറിയരുത്. നിങ്ങളെല്ലാരും കാത്തിരുന്ന മത്സരം ഇതാ ഉടനെ തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ നാടിന്റെ സ്വത്തായ ജഡ്ജി അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് ഈ മത്സരം തുടങ്ങി വെക്കാൻ നമുക്ക് ആദരപൂർവ്വം അദ്ദേഹത്തിനെ ക്ഷണിക്കാം.
അച്ഛാ ഒരു സെക്കൻഡ്. സാധാരണ ഈ മത്സരത്തിൽ ചന്ദ്രുവാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങാറുള്ളത്. ചന്ദ്രുവിന്റെ കല്യാണ നിശ്ചയം കഴിഞ്ഞതുകൊണ്ട് ഈ വർഷം ചന്ദ്രുവിന് പകരം ഞാൻ മത്സരിക്കാൻ പോവുകയാണ്. അരവിന്ദൻ God bless you. ഒന്നുമില്ല, ഒരു ചെറിയ വേണ്ട മരുമോനെ ആശുപത്രി കൊണ്ടുപോകണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയൊക്കെ പറയും. എടാ നന്ദിയില്ലാത്ത നായേ, ആരോട് കാശ് വാങ്ങിയാണ് ഇങ്ങനെ ദ്രോഹം ചെയ്ത? പറടാ സാറേ, എന്താ പറയുന്നേ? എടാ ആണി അടിച്ചു മാറ്റിയിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നു. എടാ പറടാ, ആര് പറഞ്ഞിട്ടോ ഇങ്ങനെ ചെയ്തേ? പറയത്തില്ല നീ അല്ലേ? പറടാ സാറേ, പറടാ അങ്ങോട്ട്, അല്ല കൊല്ലും ഞാൻ. എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ. അയ്യോ പറയുന്നുണ്ടോ ഇല്ലയോ? പറയാനാ പറഞ്ഞത്. എന്താന്ന് വെച്ചാ ഞാൻ പറയാം മോനെ, എന്റെ ഭർത്താവിനൊന്നും ചെയ്യല്ലേ മോനെ. അതെ, ഇവരുടെ അടുത്ത് കാശ് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് വേറെ ആരുമല്ല, നമ്മുടെ തറവാട്ടിലെ മരുമകളായി വന്ന് കേറിയില്ലേ പത്മിനി മോള്, അവരാണ് മോനെ. നടക്കണം അങ്ങോട്ട്. എല്ലാവരോടും സത്യം എന്താണെന്ന് പറ. അത് മാത്രം ഞാൻ പറയില്ല. എന്താണ് നീ ചെയ്യുന്നത്? പറയുന്ന കേക്ക് വിടണേ, ചത്തുപോടാ. പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിർത്തടാ. പറയടാ, വണ്ടിയുടെ ആണി എങ്ങനെ പോയെന്ന് പറഞ്ഞു കൊടുക്കടാ. എടാ, നമ്മുടെ നിർഭാഗ്യത്തിന് എന്തോ ഒന്ന് സംഭവിച്ചതല്ലേ, അതിന് അയാൾ എന്തിനാ അടിക്കുന്നത്? അത് നിർഭാഗ്യവശാൽ പോയതല്ല, ഇവൻ ചെയ്ത പണിയത്. എടാ, അവൻ ഈ വീട്ടിൽ ഒരുപാട് ജോലി ചെയ്ത് തന്നിട്ടുള്ളവനാ, അവൻ അങ്ങനെ ചെയ്യുവോടാ? ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. അതാരാണെന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞാൽ മതിയാകൂ. കണ്ടില്ലേ, ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന കണ്ടില്ലേ മഹാറാണി? ഇവളാണ്. ഞാൻ വെറുതെ പറഞ്ഞല്ല, അതിനുള്ള തെളിവ് ഞാൻ തരാം. വാടാ.
പറ. ആണി അയച്ചു മാറ്റി എന്നെ കൊല്ലണമെന്ന് പറഞ്ഞത് ഇവളല്ലേ? എടാ ചന്ദ്രു, അന്ന് അമുദയുടെ സാരിൽ തീ വെച്ചത് ഇവളാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ആരും വിശ്വസിച്ചില്ല. ഇപ്പൊ വണ്ടിയുടെ ആണി അടിച്ചു മാറ്റി എന്നെ കൊല്ലാൻ തീരുമാനിച്ചു. അതിൽ എന്റെ ജീവൻ പോയാലും എനിക്ക് കുഴപ്പമില്ല. നിന്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും അവിടെ കൈകൊട്ടി ചിരിച്ചോണ്ടിരിക്കുവായിരുന്നു ഇവള്, ഈ രാക്ഷസി. നിർത്ത്. അവൾ എന്റെ ഭാര്യയാണ്, അത് നീ മറക്കരുത്. ഭർത്താവ് മരിച്ചാലും കുഴപ്പമില്ല, അവള് വിചാരിച്ചത് സാധിക്കണമെന്ന് കരുതുന്നില്ലേ? ഇവളെയാണോ നീ നിന്റെ ഭാര്യ എന്ന് പറയുന്നത്? എടാ, ഇവിടെ യോഗ്യത എന്താണെന്ന് അവൻ പറയും. പറടാ. കുഞ്ഞേ കുഞ്ഞേ കുഞ്ഞേ, ആദ്യം പറഞ്ഞിട്ടില്ല, ഞാനാ പറഞ്ഞത്. പത്മിനി മോളെ ചെയ്യാൻ പറഞ്ഞത് ഞാനാണ് കുഞ്ഞേ പറഞ്ഞത്. നീ എന്തിനാ അങ്ങനെ പറഞ്ഞു? പറയേ, എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന്? വേറെ മാർഗമൊന്നുമില്ലാഞ്ഞിട്ട് പറഞ്ഞത്. വണ്ടി തകർന്ന് വീണതിന് കാരണം പത്മിനി മോളല്ലേന്ന് ചോദിച്ച് എന്റെ ഭർത്താവിന് ഒരുപാടിട്ട് തല്ലി. നടന്ന സംഭവത്തിനൊന്നും പത്മിനി മോളല്ലാന്ന് പറഞ്ഞിട്ട് ഈ കുഞ്ഞു കേട്ടതേ ഇല്ല. എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. കള്ളം പറയുന്നു. ഇത് ഞാനും അവനും തമ്മിലുള്ള പ്രശ്ന. ഇതിൽ നീ തലയിടേണ്ട ആവശ്യമില്ല, ഞാൻ ചോദിച്ചോളാം. വേണ്ട, എനിക്ക് വേണ്ടി ആരും ആരോടും ഒന്നും ചോദിക്കണ്ട. മതിയായി. ഞാനിവിടെ വന്ന് കയറിയതും ജീവിച്ചതും കിട്ടിയതും എല്ലാം എനിക്ക് മതിയായി. പത്മിനി, പപ്പി നിക്ക്. ചന്ദ്രു, നീ എന്റെ ക്ഷമ പരീക്ഷിക്കാണ്. ഞാൻ ജീവനോട് ഇരുന്നാൽ എന്താ, ചത്താൽ എന്താ? അവൾക്കില്ലാത്ത വിഷമം എന്തിനാ നിനക്ക്? ദേ നോക്ക്, സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. മതി, ഇതോടെ നിർത്തിക്കോണം. പത്മിനി, അവന് വേണ്ടി ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാൻ പപ്പി. അവൻ നിന്നെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു, തെറ്റ് തന്നെയാ. എന്ത് ചെയ്യാനാ? എന്നോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് തന്നെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പ്ലീസ് പത്മിനി, അവൻ പറയുന്നതും കുറച്ചൊക്കെ അനുസരിക്കണം. താലി കെട്ടിയ ഭർത്താവിനെ അനുസരിച്ചാ മതി, മറ്റുള്ളവരുടെ വാക്കൊന്നും കേൾക്കാൻ എന്നെ കിട്ടില്ല. ഭർത്താവ് ചത്താലും സാരമില്ല, ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കണം എന്നുള്ള രാക്ഷസിയാണെന്ന് അത്ര പേരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞില്ലേ? അതും കേട്ടിട്ട് ഞാൻ ഇവിടെ നിൽക്കണോ? പറ്റില്ല. അവൻ പറഞ്ഞത് ഇവിടെ ആരാ വിശ്വസിച്ചത്? അതൊന്നുമല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. അവൻ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ഇവിടെ ഒരു മനുഷ്യനുമില്ല ചോദിക്കാനും പറയാനും. അഥവാ ആരെങ്കിലും ചോദിക്കാൻ വന്നാ നിങ്ങൾ അവരെ വെറുതെ വിടത്തുമില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയേക്കാൾ വലുത് നിങ്ങളുടെ ഫ്രണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്ന് നിങ്ങളുടെ ഫ്രണ്ടിനേക്കാൾ വലുത് ഞാനാണെന്ന് വിചാരിക്കുന്നുവോ? അന്ന് നമുക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് ജീവിക്കാം. എനിക്ക് നീയും വലുതാ, അവനും വലുതാ. നോ, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ. ആര് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ. നിനക്ക് വേണ്ടി മാത്രമല്ല, വേറെ ആർക്ക് വേണ്ടിയും എനിക്ക് അവനെ നഷ്ടപ്പെടുത്താനാവില്ല. അതെന്താ? എന്തുകൊണ്ട് പറ്റില്ല? അപ്പോ അവന് വേണ്ടി നിങ്ങൾ എന്നെ കളയാൻ തയ്യാറാണല്ലേ? അർത്ഥം അതല്ലേ? പറയുന്നേ, എന്നെക്കാളും നിങ്ങളുടെ അച്ഛനും അമ്മയെക്കാളും അവനാണ് പ്രധാനമെന്ന് വിചാരിക്കുന്നില്ലേ? അതിനെന്താ കാരണം? എനിക്കത് അറിഞ്ഞേ തീരൂ. ഇപ്പൊ നീ എന്നോട് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, എന്റെ വീട്ടിലുള്ളവർ തന്നെ എത്ര പ്രാവശ്യം ചോദിച്ചിരിക്കുന്നു. ഇതുവരെ ഞാൻ ആരോടും മറുപടി പറഞ്ഞിട്ടില്ല. ഇത്രയും കാലം എല്ലാം മൂടി മറച്ച് എന്തിനാണെന്നറിയോ? ഇപ്പൊ അതിന് തന്നെ എല്ലാം ആപത്തായി തീരുമ്പോ ഇനി ഇങ്ങനെ മൂടി മറച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം നീ മനസ്സിലാക്കണമെങ്കിൽ നീ ഈ സത്യം അറിയേണ്ടത് ആവശ്യമാണ്. ചെറുപ്പത്തിൽ ഞാൻ ചന്ദ്രുവിനെ കാണുമ്പോഴെല്ലാം അവൻ്റെ അനിയൻ ചിന്നൻ അവൻ്റെ തോളിലെപ്പോഴും ഉണ്ടാകും. ഒരു നിമിഷം പോലും അവൻ്റെ അനുജനെ വിട്ട് അവൻ പിരിഞ്ഞിരിക്കില്ല. ചന്ദ്രുവിന് അച്ഛനും അമ്മയും ആരുമില്ല. സംസാരശേഷിയും ചെവിയും കേൾക്കാത്ത അവൻ്റെ അനുജന അവന് സ്വന്തവും ബന്ധവുമല്ല. 15 വർഷം മുമ്പ് ആ ചിന്നൻ മരിച്ചു. ചന്ദ്ര തോളിലേറ്റ് നടന്ന അവന്റെ അനുജന്റെ മരണത്തിന് കാരണം ഈ മഹാഭാവിയായ ഞാനാ പപ്പി. അന്ന് ഞാൻ എന്തിനാ അവന്റെ വീട്ടിൽ പോയത്? അവന്റെ കയ്യിലൊരു പാവയെ കൊടുത്തിട്ട് ആരും കാണാതെ സൂക്ഷിച്ചു വെക്കണമെന്ന് ഞാൻ എന്തിനാ പറഞ്ഞത്? അങ്ങനെ ഞാൻ പറഞ്ഞത് കൊണ്ട്
അത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി അവൻ നിലവറയ്ക്കകത്ത് പോയി. ആ കാര്യം അറിയാതെ ഞാൻ തുറന്നു കിടന്ന നിലവറയുടെ കതക് അടച്ചു പൂട്ടി പപ്പി. അവനെ കാണുന്നില്ലെന്നും പറഞ്ഞ് എല്ലാവരും തേടി നടന്നു. ആരോ തട്ടിക്കൊണ്ടുപോയതാന്നോർത്ത് എല്ലാ സ്ഥലത്തും തിരഞ്ഞു. ആ സമയമല്ല, ആ നിലവറയ്ക്കകത്ത് ആ ഇരുട്ട മുറിയില് ശ്വാസം കിട്ടാതെ പിടയുകയായിരുന്നു ആ മിണ്ട പ്രാണി. മൂന്ന് ദിവസം കഴിഞ്ഞ് നിലവറയ്ക്കുള്ളിൽ നിന്നും ദുർഗന്ധം വന്നപ്പോഴാണ് ചിന്നൻ അതിനുള്ളിൽ മരിച്ചു കിടക്കാന്ന് എല്ലാവർക്കും മനസ്സിലായത്. സ്വന്തം അനുജന്റെ പുഴുവരിക്കുന്ന ശവശരീരത്തിൽ കെട്ടിപ്പിടിച്ച് അലമുറയിടുന്ന ചന്ദ്രുവിനോട് ഞാൻ എങ്ങനെ പറയും ആ മിണ്ടാപ്രാണിയെ കൊന്നത് ഞാനാണെന്ന്? ചിന്നിന് പകരമായി ചന്ദ്രന് ഞാൻ എന്താണ് കൊടുക്കേണ്ടത്? സ്നേഹമെങ്കിലും കൊടുക്കണ്ടേ പപ്പി? അതാ ഞാൻ സ്നേഹിച്ചത്.